വിശ്വാസങ്ങളുണ്ട്. ശരീരത്തിൽ മുഴുവൻ നീർക്കെട്ടും വേദനകളും, ഉറങ്ങാതെ ഉള്ള പ്രശ്നങ്ങൾ, കഴുത്തുവേദന, പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഒരുവിധം എല്ലാം മാറിയിട്ടുണ്ട്. ആദ്യം തന്നെ ദൈവത്തിനോട് നന്ദി പറയണു. സാറിനെ എന്റെ മുമ്പിൽ എത്തിച്ചത് ദൈവം തന്നെയാണ്. അത്രയും ഒരു നിർണായകമായിട്ടുള്ള നിമിഷത്തിലായിരുന്നു ഞാൻ പാലക്കാടാണ് എന്റെ സ്ഥലം. പേര് പ്രദീപ്. ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. ഏകദേശം 10-20 വർഷമായി ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒറ്റപ്പെടലിന്റെ ഒരു വല്ലാത്തൊരു അത്രയും ഇതുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ സാറായിട്ട് അങ്ങനെ ബന്ധപ്പെടാനുള്ള ഞാൻ ഫേസ്ബുക്ക് വഴി തന്നെയാണ് ഇത് കണ്ടത്. പിന്നെ അങ്ങനെ ഫ്രീ ക്ലാസ്സിൽ ചേർന്ന് ഇപ്പൊ എനിക്ക് ഡയമണ്ടിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ, ഞാൻ സാറിന് പല തവണ വിളിച്ച് ഞാൻ സംസാരിക്കുമ്പോഴും ഒക്കെ കറക്റ്റായിട്ട് എനിക്ക് ആൻസർ തരിക, അത് അങ്ങനെ ഫോളോ അപ്പ് ചെയ്തിട്ട് എങ്ങനെ പോകണം എന്നുള്ളത് ഒരു മാക്സിമം ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ എനിക്ക് റീപ്ലൈ തരാറുണ്ട്. വന്ന് ചേർന്നിട്ടുള്ള ആൾക്കാരുടെ മറുപടി നമ്മൾ കേൾക്കുമ്പോൾ, ഞാനിവിടെ ഒറ്റയ്ക്കാണ് കഴിയുന്നത്. കാരണം ഒരുപാട് പ്രവാസികൾക്ക് ഇതൊരു ഉപകാരമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പലരും ഷെയർ റൂമാണ്, കാര്യങ്ങളാണ്, അതിൻ്റെ സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം പ്രവാസികളാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ ഒറ്റപ്പെടലിന്റെയും വേദന കാര്യം അനുഭവിക്കുന്നത്. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ജോലിയുടെ പ്രശ്നങ്ങൾ, സ്ട്രെസ്, അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ റൂമിൽ ഉറക്കം തീരെ കിട്ടാത്ത അവസ്ഥ. എനിക്ക് വർഷങ്ങളായി ഉറക്കം തീരില്ല. അതിനിടയിൽ ഒരു തവണ പ്രവാസം നിർത്തി പോയി, പിന്നെ അത് ബിസിനസ്സൊക്കെ പരാജയപ്പെട്ട് വീണ്ടും തിരിച്ചു വന്നു. അതേ ഉറക്കമില്ലായ്മ വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള സ്റ്റേജിൽ പിന്നെ ഇപ്പം വന്ന് കമ്പനി ഒന്നും മാറിയപ്പോഴാണ് ആ സിറ്റുവേഷൻ ആകെ മോശമായി. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമോ എന്നുള്ള അവസ്ഥയിൽ. മോനാണെങ്കിൽ പഠിക്കുന്ന പ്രായം, അവൻ +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാധ്യതകളുണ്ട് ബിസിനസിന്റെ. അപ്പോൾ എല്ലാം കൂടി ഇതെല്ലാ പ്രവാസികളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്കും പലർക്കും ഞാൻ ഈ പറയുന്ന അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, ഇതല്ലെങ്കിൽ വേറൊരു തരത്തിൽ. പക്ഷെ അതിനെല്ലാം ഉള്ള ഒരു സൊല്യൂഷൻ സാറിൻ്റെ അടുത്ത് ഉണ്ടാവും എന്നുള്ള ആ ഒരു 100% നിങ്ങൾക്ക് നിങ്ങളെ സമാധാനിപ്പിക്കാനാണെങ്കിൽ, അങ്ങനെ ഏത് രീതിയിലേക്കാണെങ്കിലും നിങ്ങളെ മൈൻഡ് മാറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സൊല്യൂഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് 100% ഞാനത് ഒരു ഉറപ്പ് തരാം. അപ്പൊ സാറിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് കിട്ടിയത്, ഞാൻ അതാണ് ആദ്യം പറഞ്ഞു വന്നത്. ഇതില് അവിടെ സാറിൻ്റെ അടുത്തേക്ക് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷൻ, ടെൻഷൻ, ഇത് അതുപോലെ ഉറക്കത്തിന്റെ മെയിൻ പ്രശ്നം, വന്ന ജോലി ഒട്ടും പൊരുത്തപ്പെടാത്ത ഒരു സിറ്റുവേഷനുള്ള സ്ഥലത്ത്. സാലറി ഒക്കെ ഓക്കെയാണ്, പക്ഷെ റൂമിലെ കാര്യങ്ങൾ ഇതെല്ലാം, റൂമിൽ പല ഷിഫ്റ്റുകാർ വരുന്നു, അവർ ഡോറിൽ രാത്രി അവർ വരും എന്ന് ആലോചിച്ചിട്ട് തന്നെ എനിക്ക് തീരെ ഉറക്കമില്ല. അങ്ങനെ ഞാൻ അതിൽ ചേർന്നു, POPയില് 32ാമത്തെ ബാച്ചില്. അപ്പൊ ഈ ചക്ര മെഡിറ്റേഷനിൽ നിന്ന്, അതുപോലെ മുദ്രകളിൽ നിന്ന് സാറ് തുടങ്ങിയിട്ട് ആ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ കാര്യങ്ങളും അത്രയും ക്ഷമയോട് കൂടിയിട്ട് നമ്മളെ പിടിച്ചിരുത്തി. കാരണം എനിക്കാണെങ്കിൽ ലൈവ് ക്ലാസ്സുകളിൽ കയറാനും പറ്റില്ല. ഇതും കൂടിയും ഒന്ന് നോട്ട് ചെയ്യണം എല്ലാ പ്രവാസികളോ അല്ലെങ്കിൽ ആരാണ് ചേരാൻ പോകുന്ന ആൾക്കാർ. എനിക്ക് ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ എൻ്റെ സമയപ്രശ്നം, കാരണം നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള സമയങ്ങൾ ആയിരിക്കില്ല ചിലപ്പോൾ. അപ്പൊ അതിന് നമ്മളുടെ ഷിഫ്റ്റുകൾ, നമ്മളെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം. പക്ഷെ ഏത് ജോലിന്റെ എങ്ങനത്തെ തിരക്കുള്ള ആൾക്കാർക്കാണെങ്കിലും ഇതിൽ പങ്കെടുക്കാം. നിങ്ങൾക്ക് എത്ര വലിയ തിരക്കുള്ള ജോലികളാണെങ്കിലും സാറ് റെക്കോർഡിക്കൽ ക്ലാസ് നമുക്ക് കാണുമ്പോൾ അത് ലൈവാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമുക്ക് അത്രയും തോന്നും എന്നുള്ളതല്ല, അത് ഈ ലൈവ് ആയിരിക്കും. അങ്ങനെ തന്നെയാണ് നമ്മൾ ആ ക്ലാസ് കാണുമ്പോൾ നമുക്ക് തോന്നുള്ളൂ. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അത് ആ റെക്കോർഡ് നടക്കുന്നതും. അതിലൊരു ഇതുമില്ല, തടസ്സങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് അത് ക്ലിയർ ആയിട്ട് അന്നുള്ള ക്ലാസ് സാർ അത് ഫോളോ അപ്പ് ചെയ്ത് സാറിന്റെ ടീമും അത് കറക്റ്റ് ആയിട്ട് അയച്ചു തരുന്നുണ്ട്. അതിന് യാതൊരു ഡിലേ ഇല്ല. അപ്പൊ അതിൽ ചേരാൻ ആർക്കും ഒരു സംശയം വേണ്ട. നിങ്ങളുടെ ടൈം അനുകൂലമാവോ, ഞാൻ വേറെ തിരക്കിലായിരിക്കില്ലേ, നിങ്ങളുടെ ഫ്രീ ടൈം നിങ്ങൾ തീരുമാനിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മെഡിറ്റേഷനോ സാറിന്റെ ക്ലാസ്സുകൾ എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് കണ്ട്, അത് പക്ഷേ സാറിന്റെ ക്ലാസ് കാണാൻ ഇരുന്നാൽ പിന്നെ അതിനു വേണ്ടി മാത്രമായിട്ട് ഇരിക്കുക. അപ്പൊ അമിതമായ ചിന്തകൾ വന്നിട്ട് എനിക്ക് ഉറക്കം തീരെ കിട്ടാത്ത അവസ്ഥയിൽ അത്രയും ബുദ്ധിമുട്ടിലാണ് സാറിനെ ദൈവം എൻ്റെ മുമ്പിൽ എത്തിച്ചത്. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യത്തെ മുദ്രയും ചക്ര ഇതൊക്കെ കഴിയുമ്പോൾ എനിക്ക് സ്വന്തമായി, കാരണം എനിക്ക് എല്ലാത്തിനോടും ഭയമായിരുന്നു. നാളെ ഞാൻ പണി നിർത്തി പോകേണ്ടി വരും എന്നുള്ള തന്നെ ആ ഒരു അത്രയും വലിയ സിറ്റുവേഷനിൽ വരെ എത്തി ഞാൻ. പക്ഷെ എനിക്ക് മനസ്സിന് എവിടുന്നാണ് ധൈര്യം വന്നത് ഒന്നും അറിയില്ല. ഇപ്പൊ ആരോട് സംസാരിക്കാനും ഇപ്പൊ ആ പോകുന്ന ജോലി എത്ര കഠിനാണെങ്കിലും എനിക്കതൊരു വിഷയമായിട്ട് തോന്നുന്നില്ല. ഞാൻ ഉറങ്ങിയില്ലേ അതും എനിക്കൊരു പ്രശ്നമല്ല. റൂമിൽ അവർ വന്നോ പോയോ അതും ഞാൻ അറിയുന്നില്ല എന്നുള്ളതാണ്. മാറ്റാൻ എനിക്ക് സാധിക്കും, കാരണം അത്രയും പെർഫെക്റ്റ് ആണ്. എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് മാറ്റാൻ പറ്റുന്നുള്ള വിശ്വാസങ്ങളുണ്ട്. ശരീരത്തിൽ മുഴുവൻ നീർക്കെട്ടും വേദനകളും, ഉറങ്ങാതെ ഉള്ള പ്രശ്നങ്ങൾ, കഴുത്തുവേദന, പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു.
വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഇപ്പം ഒരുവിധം എല്ലാം മാറിയിട്ടുണ്ട്. ഉറക്കം ഇനിയും ഒരു 50% 60% പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങളാണ് അതിന് കാരണം, ഷിഫ്റ്റുകളും കാര്യങ്ങളും. അപ്പോൾ അത് എന്നാലും എനിക്ക് ഏറ്റവും വലുത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡിൽ നിന്ന് ആ ചിന്തകൾ ഒരുപാട് നെഗറ്റീവ് ത്രോട്ട് എന്ന് പറഞ്ഞാൽ ആകെ നെഗറ്റീവ് ത്രോട്ട് കൊണ്ട് ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിയായി. ആ നെഗറ്റീവ് ചിന്തകളൊന്നും ഇപ്പോൾ വരുന്നില്ല. പോസിറ്റീവായിട്ട് ഏത് കാര്യത്തിനെയും നമുക്കിനി അത്ര വർഷം നിൽക്കണ്ടല്ലോ, നമുക്ക് നിൽക്കുന്നത് പോലെ പോരെ. പക്ഷെ ആ ഒരു ഇതിലേക്ക് എത്തിച്ചത് സാറിന്റെ ആ ഒരു മൈൻഡ്. പക്ഷെ അത്രയും ക്ഷമയോട് കൂടിയിട്ട് എല്ലാം പറഞ്ഞു തന്നു, എല്ലാം വിശദീകരിച്ച് കറക്റ്റായിട്ട്. ആർക്കും ഒരു സംശയങ്ങൾ വരാത്തത്. ഇനി സംശയം വന്നാൽ തന്നെ സാറിനോട് ഏത് സമയത്ത് വേണമെങ്കിലും സാറിന്റെ ടീമിനോടും അത് ചോദിച്ചാൽ ആ റീപ്ലൈ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പൊ ഇതിൽ പങ്കെടുത്ത പലരുടെയും അനുഭവം ഞാൻ കണ്ടു, അപ്പോൾ ഇതിൽ നിന്ന് കേട്ടു. ഇനി ചേരാൻ ഞാൻ പ്രവാസികളോടാണ് പ്രത്യേകിച്ച് പറയുന്നത്, നിങ്ങൾ ഇതിന് ചേരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിൽ വെച്ച് അത് വേറെ അസുഖങ്ങളിലേക്ക് വഴിമാറി ഒരുപാട് പ്രശ്നങ്ങൾ, കാരണം നിങ്ങളുടെ പിന്നാലെ അതിന്റെ ബാധ്യതകൾ, നിങ്ങൾ പണി നിർത്തി പോകേണ്ടി വന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന സിറ്റുവേഷൻ പ്രശ്നങ്ങൾ, ഇതെല്ലാം നമുക്ക് ഓൺലൈനിൽ കൂടെ നിങ്ങൾക്ക് ഇതെല്ലാം നടക്കുമോ എന്നുള്ള ഒരു വിശ്വാസം കമ്മി ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് ഒരു കൗൺസിലിങ്ങിന് പോയാൽ ഒരിക്കലും ഇത് സാധ്യമായിരിക്കില്ല. ഇതൊരു ഗ്രൂപ്പായിട്ട് ഒന്നിച്ച് നമ്മളെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി, പോസിറ്റീവ് എനർജി, എല്ലാം ഒരു കുടുംബം പോലെ എല്ലാവരും ഒരുമിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന പലതരം ആളുകൾ, പലതരം മാനസികമായ പ്രശ്നങ്ങൾ, പല അസുഖങ്ങൾ, പക്ഷെ ഒരുപാട് ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ നമ്മളുടെ വിഷയങ്ങളൊന്നുമല്ല, ഇതിലും വലിയ വിഷയങ്ങളുണ്ട് എന്നുള്ള ചിന്ത തന്നെ നമുക്ക് വരുന്നു പോസിറ്റീവായിട്ട്. അപ്പൊ അത് ഞാൻ ഇങ്ങനൊന്നും സംസാരിക്കാനേ പറ്റാത്തൊരാളായിരുന്നു സാർ സത്യത്തിൽ. അതായത് വർഷങ്ങളായിട്ട് ഞാൻ എല്ലാത്തിനും പിന്നോട്ട് ഒരിക്കലും സിനിമ ആസ്വദിക്കില്ല, ഒരു സംഗീതം ആസ്വദിക്കില്ല, ഞാൻ അങ്ങനെ ഒരു മൂഡിലേക്ക് പോയാനാണ്. ഇപ്പൊ അതെല്ലാം തിരിച്ച് സംഗീതത്തിനെ, ഇപ്പൊ രാത്രി സംഗീതം കേട്ടിട്ടാണ് അങ്ങനെ കിടക്കാനും കാര്യങ്ങളെല്ലാം അതിലേക്കൊക്കെ മാറി. വളരെ എന്താ പറയാ, വളരെ നന്ദി. വേറെ ഒരു കാര്യം ഇപ്പൊ പ്രവാസികളോടാണ്, ഇപ്പൊ പൈസേന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ വിചാരിച്ചിട്ടാണെങ്കിലും ഇതിപ്പോ അത്രമാത്രം വലിയൊരു എമൗണ്ട് കാര്യങ്ങളല്ല. നിങ്ങൾ സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. പിന്നെ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും സാറ് ഒരുക്കി തരുന്നുണ്ട്. ഇത് ഏറ്റവും വലിയൊരു കാര്യമാണ് അത്. കാരണം പലരും പല സിറ്റുവേഷൻ സാഹചര്യങ്ങളിൽ നിന്നായിരിക്കും മനസ്സിലാക്കുന്നത്. അത് വീട്ടിൽ നിന്നായാലും വരുന്നവർക്ക് ചിലപ്പോൾ പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും സാമ്പത്തികമായിട്ട്. പക്ഷെ മാനസിക പ്രശ്നം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണല്ലോ, പല ശാരീരിക പ്രശ്നങ്ങളും. സാർ അത് മനസ്സിലാക്കിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള സൊല്യൂഷൻ കൂടി കണ്ടെത്തിയിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങളുടെ സാമ്പത്തികം അവിടെ ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട, അതിനുള്ള സൊല്യൂഷൻ അവിടെ ഉണ്ട്. സാർ അതിനുള്ള അറേഞ്ചും ചെയ്തു തരും. അത് പക്ഷെ മുടങ്ങാതെ കൊണ്ടുപോകേണ്ടതും എല്ലാം നിങ്ങളുടെ കടമ. നിങ്ങളുടെ അസുഖം മാറ്റുമ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് എല്ലാം നല്ലതേ വരൂ. എല്ലാ പ്രവാസികളോടും പ്രത്യേകം ഒന്നും കൂടി എടുത്തു പറയുന്നു.